ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് ഫാമിലി ആയിട്ട്. അപ്പോൾ ഫാമിലേക്കാണ് പോയത്. ഇത് ചാവക്കാട് എടക്കഴിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പഞ്ചവടി ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ നമ്മൾ അവിടെ കയറിയപ്പോൾ തന്നെ ഒരുപാട് മൃഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങളടുത്താണെന്ന് വെച്ചെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ വെൽക്കം ചെയ്യാണ്ടായിരുന്നത് ഒരു ഒട്ടകമാണ്. അപ്പോൾ ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഒട്ടകത്തിന് ഫീഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കയറിയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പ്ലാവിലൊക്കെ തന്നു. നമുക്ക് ഒട്ടും പേടി തോന്നുന്നുണ്ടായില്ല കേട്ടോ ആ അന്തരീക്ഷം കണ്ടിട്ട്. ഇങ്ങനത്തെ ജീവികളെ കാണുമ്പോൾ ചിലർക്ക് ഭയങ്കര പേടിയാവുമല്ലോ. ഞാൻ സൂവിലൊക്കെ പോയിട്ട് ഉള്ള ഒരു അനുഭവമല്ല ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. മൃഗങ്ങളെയൊക്കെ ഒന്നുകൂടി അടുത്ത് ഭയങ്കര എന്താ പറയുക, ഒരുപാട് തിരക്കും ബഹളമൊന്നും ഇല്ലാതെ വളരെ അടുത്ത് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ആദിക്കുട്ടനും അച്ചുകുട്ടനൊക്കെ കുറച്ച് പേടിയായിരുന്നു ഒട്ടകത്തിന് കണ്ടപ്പോൾ. എന്നാലും അവർ ഫീഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. എന്നാലും അതിനെ കാണുമ്പോൾ ഒരു പെട്ടെന്നൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചേട്ടനും ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും അമ്മയും പിന്നെ മക്കളും ഞാനും കൂടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ പിന്നെ രണ്ടാമത് ഒരു ആടാണ് കേട്ടോ. ഇത് ഡോങ്കി എന്നാണ് അവിടെ ബോർഡ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ ഇത് ആടാണ്. മൂപ്പര് പിണങ്ങി നിൽക്കുകയായിരുന്നു തോന്നുന്നു. പിന്തിരിഞ്ഞിട്ടാണ് കുറേ സമയം നിന്നായിരുന്നത്. പിന്നെ ഇതൊരു കുതിരക്കുട്ടിയാണ്. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതിൻ്റെ അടുത്ത് പോയപ്പോൾ അത് കടിക്കും, വല്ലാണ്ട് അടുത്ത് പോകണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ആരും അങ്ങനെ അടുത്തില്ല. അടുത്തത് ഒരു ബുള്ളാണ്. ഇതിങ്ങനെ ഹൈറ്റ് കുറഞ്ഞ തരത്തിലുള്ള ഒരു ഒരു എന്താണെന്ന് തോന്നുന്നു, ഹൈറ്റ് കുറവുള്ള മൃഗങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ അതിനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ഒരു അണ്ണാൻ പോലത്തെ അത് ഭയങ്കര സോഫ്റ്റായിരുന്നു. അതിൻ്റെ പുറംഭാഗം തൊടാനൊക്കെ നമ്മുടെ മേത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിരുന്നു, ഭയങ്കര ഇക്കിളിയായിരുന്നു അങ്ങനെ. പിന്നെ ഇത് ഇഗ്വാന. അപ്പോൾ ആദ്യക്കുട്ടനെ അത് ജീവനുള്ളതാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. കളിക്കണ ഒരു ഓന്ത് വീട്ടിലുണ്ട്. അപ്പോൾ മൂപ്പരാളെ വിചാരം അതാന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു. ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ആളിങ്ങനെ അവിടെ ഇങ്ങനെ തത്തകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുകയായിരുന്നു. പിന്നെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള താറാവുകളുണ്ടായിരുന്നു. ഇതൊക്കെ നോർമൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന തരത്തിലുള്ള താറാവാണ്. പക്ഷേ ഇതിൻ്റെ തലയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അവിടെ ഹൈലൈറ്റ് ആയിട്ട് പറയാനുണ്ടായിരുന്നത് ഇതുപോലെ കൊമ്പൊക്കെ വളഞ്ഞിട്ടുള്ള ഒരു ആടാണ്. ഇതിനെ വെറുതെ ഇങ്ങനെ വിട്ടേക്കാണ്. പക്ഷേ ഇത് ഉപദ്രവകാരിയൊന്നുമല്ല. രണ്ട് ഭാഗം നേറൊക്കെ എടുത്ത് ചീകി കഴിഞ്ഞ് വെച്ച പോലെ മുപ്പരും മുടിയൊക്കെ ഇട്ട് കണ്ണ് കാണാൻ വയ്യാത്ത പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത ഉള്ള ഒരു ആടിനെ കണ്ടത് ഇതാണ്. ഇത് ചെമ്മരിയാടിൻ്റെ ശരീരമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 4 കൊമ്പുണ്ട്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസാന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടിട്ടില്ല തീരെ. ഇത് റയറായിട്ടുള്ളൊരു സ്പീഷീസാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആടാണ്. അവിടുത്തെ ബാക്ക് സൈഡിൽ ഇങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഉള്ളൊരു ആട്. ഇതും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ ഇത് നമ്മുടെ ഒട്ടകപ്പക്ഷിയല്ല, മറ്റേ ആ ഒരു ഇനത്തിൽപ്പെട്ട തന്നെ വേറൊരു ജീവിയാണ്. ഇതിന് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു, ക്യാരറ്റും ഇതൊക്കെ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് കയ്യിൽ കൊത്തുമ്പോൾ ഭയങ്കരമായിട്ട് കൊക്ക് നമ്മുടെ മേത്ത് തട്ടിയിട്ട് ഭയങ്കരമായിട്ട് വേദനിക്കും എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് പേടിച്ചിട്ട് അതിന് ഫീഡ് ചെയ്തില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഭയങ്കര സോഫ്റ്റായിട്ടാണ് നമ്മൾ കയ്യിൽ കൊത്തുണ്ടായിരുന്നത്. ഇതൊക്കെ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മുയലുകളാണ്. ആദ്യമൊക്കെ നോർമൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള മുയലുകളുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഫുള്ള് രോമായിട്ട് അങ്ങനത്തെ ഉള്ളൊരു ടൈപ്പ് ആയിരുന്നു. പിന്നെ പലതരത്തിലുള്ള പൂച്ചകളെ കണ്ടു. ഇതൊരു ബ്ലാക്ക് ക്യാറ്റ്. അതിൻ്റെ പുറം ഭാഗം നമ്മുടെ അല്ല, ഇത് അമേരിക്കൻ അങ്ങനെ എന്തോ ഒരു ഒറിജിനാണ് ഈ ക്യാറ്റ്. പിന്നെ ഇതിന് രോമമൊന്നും ഇല്ലാത്ത തരത്തിൽ തൊലി മാത്രമായിട്ടുള്ളൊരു ടൈപ്പ് ക്യാറ്റ്. ഇതിനെ കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. പിന്നെ കുറച്ച് കളറിൽ മുക്കിയൊക്കെ ഇതുപോലത്തെ കോഴികളെ കണ്ടു. ഇതും ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ ഇതിന് വൈറ്റ് കാണാനായിട്ടോ കുറച്ചുകൂടി ഭംഗി. പിന്നെ നമ്മുടെ തത്തകളെ കണ്ടപ്പോൾ നമ്മുടെ അച്ചുകുട്ടന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറക്കണ പോലെ കാണിക്കുകയായിരുന്നു അവൻ. ആൾക്ക് മറ്റുള്ള മൃഗങ്ങളെയൊക്കെ ഭയങ്കര പേടി പോലത്തെ ആയിരുന്നു. പക്ഷേ ഈ തത്തകളെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. പക്ഷികളോടെ തോന്നുന്നു മൂപ്പർക്ക് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ അത് പലതരത്തിലുള്ള തത്തകളുണ്ടായിരുന്നു കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് തത്തകളുണ്ടായിരുന്നു.
പിന്നെ ഇത് മങ്കിയുടെ തന്നെ ഒരു വകഭേദമാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വേറെ ഏതോ ഒരു ഒറിജിൻ തന്നെയാണ്. ആ ടൈപ്പ് മങ്കി, നോർമൽ മങ്കീസ് അല്ല. പിന്നെ വൈറ്റ് കളറിലുള്ള എലികളുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം ഇത് എന്തോ ഒരു സ്റ്റാച്യു പോലത്തെ ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് റിയൽ ആയിരുന്നു. അതങ്ങനെ അനങ്ങാണ്ട് കിടക്കുമായിരുന്നു. പിന്നെ പാമ്പുകൾ, പിന്നെ വേഷ്യമുള്ള തേൾ, അതിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പാമ്പ് ഫുൾ വൈറ്റ് കളറുള്ള പാമ്പുകളായിരുന്നു. പാമ്പുകൾ തൊട്ട് നോക്കാൻ നമ്മളെ തോളത്ത് ഇതാക്കാനൊക്കെയുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ. ഒരു പേടിയും തോന്നിയില്ല. നോർമലായിട്ട് തന്നെ നമുക്ക് എന്തോ എല്ലാവരും അത് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അറപ്പുള്ളവർക്ക് പിന്നെ അത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ ഈ എലികളുണ്ടല്ലോ, ഇതിങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ഉറങ്ങുമായിരുന്നു. പിന്നെ ഇതാ മലമ്പാമ്പ്. പിന്നെ ഇത് മങ്കൂസിൻ്റെ വകഭേദമാണ്. ഇവരവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇവർ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവർ സ്ലീപ്പിംഗ് ആയിരിക്കും എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതാ ഒരു മങ്കൂസ് അവിടെ ചത്ത പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇടയിൽ ഞങ്ങളിങ്ങനെ ഒരു സെൽഫ് വീഡിയോ എടുത്തതാണ്. അപ്പോഴാണ് അപ്പുറത്തെ സൈഡിൽ നമ്മൾ പാമ്പിനെ ട്രൈ ചെയ്തത്. അപ്പോൾ എൻ്റെ മുഖത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ആദ്യമായിട്ടാണ് ഞാൻ പാമ്പിനെ തൊടുന്നത്. അങ്ങനെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒട്ടും പേടി തോന്നിയില്ല അതിനെ കണ്ടപ്പോൾ. പിന്നെ നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യില്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഹസ്ബൻഡും ട്രൈ ചെയ്തു. പിന്നെ ചേട്ടനും ഉണ്ണിയും ഒക്കെ ട്രൈ ചെയ്തു. അച്ചുകുട്ടനെ അപ്പോൾ പാമ്പാണ്, അത് റിയലാണെന്നൊന്നും മനസ്സിലായിട്ടില്ല തോന്നുന്നു. അവന് ഒരു പേടിയില്ലാതെ അത് തോളിലിട്ട് നിന്നു. അപ്പോൾ അവനിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ആൾക്ക് എന്തോ ഇങ്ങനെ മേത്തിരിക്കുന്നുണ്ട്, അത്രേ മനസ്സിലായിട്ടുള്ളൂ. ജീവനുള്ളതെന്ന് മനസ്സിലായിട്ടില്ല. ഇത് വേറൊരു ക്യൂട്ടായിട്ടുള്ള മങ്കിയുടെ തന്നെ വേറൊരു ടൈപ്പ് ഒരു സ്പീഷീസ് തന്നെയാണ്. ഇതിൻ്റെ മുഖം കാണാനൊരു മങ്കിയുടെ പോലെ തന്നെ ഉണ്ട്. ആളിങ്ങനെ എല്ലാവരും അടുത്തേക്ക് വരുമ്പോഴും ഇങ്ങനെ എന്താ അവിടെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യം അന്വേഷിക്കാൻ വന്ന പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. നമ്മൾ ക്യാമറ എടുത്തപ്പോൾ തന്നെ ആൾ ഫ്രണ്ടിൽ കയറി വന്ന്. പിന്നെ ഇതാ 2 തത്തകളെ ഇതുപോലെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരു വീഡിയോ അവിചാരിതമായിട്ട് കിട്ടി. അതും നല്ല ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ ഇത് ആഡ് ചെയ്തതാണ്. പിന്നെ ഒട്ടകപ്പക്ഷികൾ ഉണ്ടായിരുന്നു 2 എണ്ണം. അതും അടിപൊളിയാണ്. ഇത്ര അടുത്തൊന്നും ഒട്ടകപ്പക്ഷീനെ കാണാൻ പറ്റുന്നൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ജീവികളോടൊക്കെ നല്ല ഇഷ്ടമുള്ള ടൈപ്പാണ്. ചിലർക്കൊക്കെ അറപ്പായിരിക്കും. എനിക്കിഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഈ സ്ഥലം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ഇതാ ഈ കാണുന്ന തത്ത ഉണ്ടല്ലോ, അമ്മ അച്ഛ അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് വീഡിയോയിൽ കിട്ടിയില്ല. പക്ഷേ ഇതങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു തത്തയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അതിനെയും കൂടി ഉൾപ്പെടുത്തിയത്. നമ്മൾ കുറച്ച് നേരം ക്യാമറയും പിടിച്ച് അവിടെ നിന്നു. ഇത് എന്തേലും പറയോ ക്യാമറയിൽ കിട്ടുമോ, പക്ഷേ അത് സംസാരിച്ചൊന്നുമില്ല. ഇത് വേറൊരു മങ്കൂസിൻ്റെ തന്നെ വേറൊരു വകഭേദത്തിലുള്ള ഒരു സംഭവമാണ്. ഇതും ഇങ്ങനെ അവിടെ മണ്ണ് തുരക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. പിന്നെന്താ, ഒരുപാട് പക്ഷിയുടെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. മോസ്റ്റ് ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒരുവിധം മൃഗങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അച്ചുകുട്ടനോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറയുകയാണ് ക്യാമറയിൽ നോക്കിയിട്ട്. അവർ 2 പേരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ.